ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്രയെല്ലാം കെട്ടും കൊണ്ട് നിങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇതെല്ലാം പാക്ക് ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം സൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ സൊറോട്ടയാണ് ബിക്ക് ഈ പ്രാവശ്യം ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ സൊറോട്ടക്കാണ്. അപ്പോൾ ഇത്ര സൊറോട്ട വന്നിട്ടുള്ളത്. എത്ര കിലോന്ന് ഇപ്പോൾ വെയിറ്റ് നോക്കിയിട്ടാണ് അറിയണമെങ്കിൽ, കാരണം ഇത് പാക്ക് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് എത്ര വെയിറ്റ് ആയി അങ്ങനെയൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയധികം ഓർഡേഴ്സ് ഉള്ള ഒരേ ഒരു ഐറ്റംസ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഒരു സൊറോട്ടയും പിന്നെ ഒന്ന് നെയ്യടിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഭയങ്കര ഡിമാൻഡാണ്. കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നുള്ളതും ഈ സൊറോട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം മുന്നേ ആയിട്ട് ഇതിൽ റെഡിയാക്കി വെച്ച് നെക്സ്റ്റ് ഡേ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊന്നിച്ച് പാക്ക് ചെയ്യുമ്പോൾ ഇരുന്ന് കൊണ്ട് പുറത്ത് തന്നെ ഇങ്ങനെ പാക്ക് ചെയ്യാനാണ് കേട്ടോ. കാരണം ഉള്ളിൽ നിന്നിട്ട് പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ് കേട്ടോ. പുറത്താകുമ്പോൾ കുറച്ചും കൂടി ഒരു ആശ്വാസമാകുന്നുണ്ട്. അങ്ങനെ പുറത്ത് ഇരുന്നിട്ട് ഇതുപോലെ പാക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഇരുന്നിട്ട് പാക്ക് ചെയ്യാന്ന് കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സ് വന്നെങ്കിൽ സ്പോട്ടിന് തന്നെ ഇതുപോലെ കവറിൽ തന്നെ സ്പോട്ടിന് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാനുള്ള ടൈം കിട്ടാതിരിക്കുമ്പോൾ കുറച്ച് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഈ പെരുന്നാളിന് ഇത്രയധികം ഓർഡർ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടത് കൊണ്ട് ഇത്രയും അധികം എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അതും നോമ്പ് സ്റ്റാർട്ടിങ്ങിന് തന്ന ഓർഡേഴ്സാണ് ഇതെല്ലാം. നോമ്പ് 20 എല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേ പേര് വീട്ടിലേക്ക് വന്നിട്ടും അതുപോലെ കോളാക്കിയിട്ടും മെസ്സേജ് ഇട്ടിട്ടും കുറേ പേര് ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ എടുത്തിട്ടാ. എന്താ വെച്ചാൽ നമുക്ക് ചുട്ട് കൊടുക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയം കഴിഞ്ഞ് നമുക്ക് നോമ്പിൻ്റെ കാലത്ത് നമുക്ക് ചുട്ട് കൊടുക്കാൻ ഭയങ്കര പാഴാണ് ഇതൊക്കെ. പിന്നെ ആ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഓർഡേഴ്സ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓർഡേഴ്സാണ്. ഇൻഷാല്ലാ പെരുന്നാൾ കഴിഞ്ഞ് ചുട്ട് തരാമെന്ന് വാക്ക് തന്നായിരുന്നു. കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുള്ളതില്ല ഇതുപോലെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഈ സമയത്ത് നോമ്പിൻ്റെ സമയത്ത് കുറേ പേര് ഗൾഫിലേക്ക് പോയായിരുന്നു. പെരുന്നാളിൻ്റെ സമയത്തായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും വേണ്ടത് ഈ പെരുന്നാളപ്പം തന്നെയാണ്. പിന്നെ കാസർഗോഡ് ആൾക്ക് ഇത് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കാസർഗോഡ് ആൾക്ക് ഇഷ്ടം പോലെ ചുടുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ പെരുന്നാളപ്പം ദുബായിൽ പോകുമ്പോൾ കൊണ്ടുപോകാത്ത ഒരാളും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ പേരോട് ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, കാരണം അവിടെ എത്തുമ്പോൾ പൊടിഞ്ഞു പോയില്ലേ. നമ്മൾ സാധാരണ 6 നമ്പർ ഖജൂർ അങ്ങനെയൊക്കെ പറയില്ല, അതുപോലത്തെ ഐറ്റംസാണിത്. പക്ഷേ എങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ കുപ്പിയിലിട്ടിട്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി, നമുക്ക് കുപ്പിയിലാക്കിയിട്ടെങ്കിലും കൊണ്ടുപോകാം. അത്രയ്ക്ക് ഓർഡേഴ്സാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ചുട്ടു കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വെച്ചെങ്കിൽ നമുക്കത് അതിനുള്ള ടൈമില്ല കേട്ടോ. കാരണം വെച്ചെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടൈം ആകെ 12 മണിക്കൂർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ചിലവഴിക്കുന്നുണ്ട് കേട്ടോ. അത്രക്കും ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 4-5 ഡേയ്സ് ആയിട്ട് ഇതിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ഫുള്ള്. വെച്ചെങ്കിൽ അത്രക്കും ടൈമില്ല. കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിച്ചോടിക്കുമ്പോൾ കുറേ പേരോട് ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നുള്ളത്. അത്രക്കും ഡിമാൻഡുള്ള സാധനമാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ഒന്ന് പറ്റുമെങ്കിൽ ചുട്ടത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം ഇത് മുമ്പേ എടുത്ത ഓർഡേഴ്സ് നമുക്ക് കൊടുക്കാൻ എങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഇനി എടുത്ത ഓർഡേഴ്സ് രണ്ടാമേ നമുക്ക് പറ്റുമല്ലോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചാനൽ ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്യുക. മാക്സിമം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടെ. അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് അത്രയും ഡിമാൻഡ് കൂടുന്നുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള അപ്പത്തിനൊന്നും എനിക്ക് ഓർഡർ കുറച്ചിട്ടാ 8-10 കിലോ വരെ ബാക്കിയുള്ള അപ്പത്തിന് ഓർഡർ. ടോട്ടൽ ഒരു 8-10 കിലോ ഉണ്ടാവും ഓരോരോ അപ്പത്തിന്. പൊരിയപ്പം, കടലപ്പം, പിന്നെ നെയ്യട, നെയ്ക്കേക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഈ നെയ്യടക്കും ഈ സൊറോട്ടൊക്കെ കേട്ടോ ഒരു 25-30 കിലോ എന്നല്ല, അതിൽ കൂടുതൽ ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ അപ്പത്തിനും 10-10 കിലോ മാത്രമേ എനിക്ക് ഓർഡേഴ്സ് വന്നിട്ടുള്ളൂ. ഇത് 30 കിലോയിൽ കൂടുതൽ സൊറോട്ടയും നെയ്യടയും ഉണ്ടാക്കി കഴിഞ്ഞ് അത്രക്കും ടേസ്റ്റ് ആയതുകൊണ്ടല്ല അത്രയും ഡിമാൻഡായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടാ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓർഡേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുന്നാൾക്ക് മുന്നേ തന്നെ കുറേ പേര് ഓർഡേഴ്സ് തന്നിട്ടാ. പെരുന്നാൾ കഴിഞ്ഞപ്പാടൊന്നും ഉണ്ടാക്കി തരണേന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രക്കും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയുള്ള പണീൻ്റെ ഇടയിൽ നമുക്ക് ഈ വീഡിയോ ചെയ്തിടാനുള്ളൊരു സന്തോഷം പറഞ്ഞിട്ടാ. വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറ് പോലാന്നത് കൊണ്ടാണ് വീണ്ടും വീഡിയോ ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാം. കാരണം നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യട്ടെ. മക്കളെയൊക്കെ നോക്കിക്കൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും കൂടിയാണിത്. അപ്പോൾ ആരും ഇതിന് വെറുതെ ഇരിക്കേണ്ട, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. ബേക്കറിയിലൊക്കെ കൊടുത്തെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. പിന്നെ കുറേ സ്ഥലത്ത് വില കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിന് വില കുറഞ്ഞ് കിട്ടുന്നത്. കാരണം നമ്മളതിന് ഡിമാൻഡ് കൂടുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ഏകദേശം കുറേ പേര് ഇങ്ങനെ ഇതുപോലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓർഡർ എടുത്ത ആൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയല അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ഓർഡർ എടുത്തവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇല്ല, ഐറ്റംസ് എടുക്കാൻ നമ്മളെ കയ്യിലില്ല, ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. കാരണം കുറേ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതല്ല. ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പ് ഫസ്റ്റിനെ നമ്മൾ ചുടാൻ തുടങ്ങിയിട്ട് നമ്മൾ നോമ്പ് ഏകദേശം ഒരു
15 ശേഷം ഇതുപോലത്തെ അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ്ങൊക്കെ ചുട്ടത് പെരുന്നാളിൻ്റെ അപ്പം ഗൾഫിലേക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഈ പെരുന്നാൾക്കുള്ള അപ്പം 15 ശേഷമാണ് ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 കിലോ അപ്പം ചോദിച്ചവർക്ക് 1 കിലോ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചെങ്കിൽ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ചോദിച്ചവർക്ക് കുറച്ചും കൊടുക്കണമല്ലോ എന്നുള്ളതിലാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ബാക്കിയുള്ള ഓർഡേഴ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും വിഷമിക്കരുത് കേട്ടോ. അപ്പോൾ പാക്കിങ് വെച്ചെങ്കിൽ അതും നല്ല സന്തോഷമുള്ള കാര്യമെങ്കിലും കുറേ പാക്ക് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് പാക്ക് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതും കൂടി ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒരു 5 കിലോ വരെ സൊറോട്ട കേട്ടോ ഇത് ഞാൻ പാക്ക് ചെയ്യുന്നുള്ളത്. ഏകദേശം 5-6 കിലോ തന്നെ തോന്നുന്നു. കാരണം 2-3 ദിവസമായിട്ടോ ഈ വീഡിയോ ചെയ്തിട്ട്. പിന്നെ എനിക്കത് പെട്ടെന്ന് അങ്ങ് മറന്നു പോവുകയും ചെയ്ത്. പിന്നെ ഒന്നും ടൈം കിട്ടില്ല. കൊറിയറിൻ്റെ ആൾ വന്നിട്ട് അതിങ്ങനെ കയ്യിലെടുത്ത് കൊടുക്കലാന്ന് ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ. ഡെലിവറി പിക്ക് ചെയ്യാൻ വരുമ്പോൾ സ്പോട്ടിന് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്കത് ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടോയെന്ന്. ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലാഭം ഉണ്ടാകുന്ന വെച്ചെങ്കിൽ ലാഭമൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. പക്ഷെ നമുക്കിതുപോലെ ചുട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ സന്തോഷം വേറെ തന്നെ കേട്ടോ. ആൾക്കാർ വരലും കൊടുക്കലും അതൊക്കെ നല്ലൊരിതും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആരും ഇത് മടിക്കണ്ട, എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. കാരണം നമുക്കൊരു ബിസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കൂടി പറ്റുന്നൊരു മാർഗ്ഗം കൂടിയാണിത്. വെറുതെ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് കുറേ രോഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ടെൻഷനൊക്കെ മാറിക്കിട്ടട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ ഫുള്ള് എത്ര ടോട്ടൽ ചെയ്യട്ടെ, എത്ര ചെയ്ത് എത്രയായെന്ന് വെച്ചാൽ അങ്ങനത്തെ കണക്കും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. കുറേ പേര് അച്ചാറിൻ്റെ റെസിപ്പി ഇടുമോ, പിന്നെ ബാക്കിയുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചാനൽ കയറി ചെക്ക് ചെയ്തെങ്കിൽ എല്ലാത്തിൻ്റെയും ഈ പലഹാരത്തിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസും ഞാൻ ചാനലിട്ടായിരുന്നു. കയറി ചെക്ക് ചെയ്യട്ടെ. കാരണം അത് കൂടുതൽ പിന്നെ ഇടാണ്ട് നിൽക്കുന്നതന്നെ കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ ഇട്ട വീഡിയോസ് തന്നെ വീണ്ടും ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് റെസിപ്പി വീഡിയോ ആയിട്ട് ഇടാത്തത്. ഞാൻ കയറി ചെക്ക് ചെയ്തെങ്കിൽ സൊറോട്ടൻ്റെ ആയെങ്കിലും കൊട്ടപ്പത്തിൻ്റെ, പൊരിയപ്പം, കടലപ്പം അങ്ങനെ എല്ലാ തരത്തിൻ്റെ അപ്പത്തിൻ്റെ വീഡിയോസും ഞാൻ ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.